ഹായ് എവരിവൺ, നമുക്കിനി അഡീഷണൽ ആയിട്ട് റിക്കേഴ്സീവ് പ്രോബ്ലംസിൽ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്നത് 1+1/2 ഫാക്ടോറിയൽ 1/3 ഫാക്ടോറിയൽ 1+1/4 ഫാക്ടോറിയൽ ഇങ്ങനെ പറഞ്ഞു വരും. ഇതിൽ ഒരു എത്ര ഡിജിറ്റിൻ്റെ സമ്മാണ് കാണേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ കൗണ്ട് മാത്രം നമ്മൾ കൊടുക്കും. ഇപ്പോൾ 4 പൊസിഷൻസിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1+1/2 ഫാക്ടോറിയൽ 1+1/3 ഫാക്ടോറിയൽ +1/4 ഫാക്ടോറിയൽ അത്രയും ചെയ്തിട്ടുള്ള സമ്മ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന സാധാരണ നമ്പേഴ്സിൻ്റെ സമ്മ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1+2+3+4+5 എന്ന് കിട്ടണം, അതിൻ്റെ റിസൾട്ട് 15 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിലൊരു എസ് എന്ന് പറയുന്ന വാല്യൂ സമ്മ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ ഉണ്ടാക്കും. ആ വേരിയബിളിന് 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യും. അതിനുശേഷം എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഫസ്റ്റ് വാല്യൂ സ്റ്റോർ ചെയ്യിക്കും. അതിനുശേഷം S=S+A എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇതിങ്ങനെ ലൂപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു ലൂപ്പിലിടും, എയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും ആ റിസൾട്ട് സമ്മിലേക്ക് അക്യുമുലേറ്റ് ചെയ്തിരിക്കും. എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എയുടെ വാല്യൂ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സം ഈക്വൽ ടു സം പ്ലസ് 1/ഫാക്ടോറിയൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ 1/1 ഫാക്ടോറിയൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് 1/ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കാം. നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിക്കേഴ്സീവ് ഫംഗ്ഷനായിട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ചെയ്തിരുന്നു, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിലും ചെയ്യാനുള്ളത്. അപ്പോൾ സെയിം കൺസെപ്റ്റിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഇതിൽ നേരത്തെ പോലെ തന്നെ ഇൻറ്റ് ഫാക്ട് ഓഫ് ഇൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഫാക്ടോറിയലിന് ഒരു ഫംഗ്ഷൻ വിളിച്ചു, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എഴുതി. വോയിഡ് മെയിൻ്റെ അകത്ത് n എന്ന് പറയുന്ന വേരിയബിൾ, അതായത് എത്ര നമ്പേഴ്സ് നമുക്ക് സം ചെയ്യിക്കാനുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൊസിഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് n എന്ന് കൊടുത്തു. i എന്ന് പറയുന്നത് ഒരു ലൂപ്പ്, ഫോർ ലൂപ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. അതിനുശേഷം നമ്മൾ കൗണ്ട് റീഡ് ചെയ്യിപ്പിച്ചു. n-ലാണ് റീഡ് ചെയ്ത് മേടിക്കുന്നത്. അത് കഴിഞ്ഞാൽ i=1 എന്ന് പറഞ്ഞിട്ട് ലൂപ്പിൽ കൊടുക്കുകയാണ്. അതിനകത്ത് എന്താണ് ഇക്വേഷൻ കൊടുക്കുന്നത്? സം ഈക്വൽ ടു സം പ്ലസ് 1/ഫാക്ട് ഓഫ് i. ഫാക്ട് ഓഫ് i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ i എന്ന് കൊടുക്കുമ്പോൾ ആദ്യത്തെ വാല്യൂ ഫാക്ടോറിയൽ കാണാൻ പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ ഫാക്ടോറിയൽ കാണാൻ പോകും. അങ്ങനെ ഇത് ഈ ലൂപ്പ് ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂ വരുമ്പോൾ ഇത് പ്ലസ് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും. ആ വാല്യൂ സമ്മായിട്ട് അപ്ഡേറ്റ് ചെയ്യും. പിന്നത്തെ വാല്യൂ 2 ആകുമ്പോൾ ആ ഫാക്ടോറിയലിലെ വാല്യൂ കിട്ടിയിട്ടുള്ള റിസൾട്ട് പ്ലസ് ഇത് സമ്മായിട്ട് ആഡ് ചെയ്യും. അതിന് ശേഷം സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റഡ് വാല്യൂ വരും. അങ്ങനെ ഓരോ തവണ ഫാക്ടോറിയൽ കാണുമ്പോഴും ഇത് സാധനം ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഫാക്ടോറിയൽ കാണാനുള്ള പ്രോഗ്രാം നേരത്തെ ഉപയോഗിച്ച പ്രോഗ്രാം തന്നെ ഇൻറ്റ് ഫാക്ട് ഓഫ് എ എന്ന് പറയുന്നത് ഉപയോഗിച്ചു. അതിനുശേഷം ഇഫ് എ ആണെന്ന് a=0 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ 1 കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ a ഇൻറ്റു ഫാക്ട് ഓഫ് a-1. ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ 5 ഇൻറ്റു ഫാക്ട് ഓഫ് a-1 പറയുമ്പോൾ 4 ആയി. പിന്നെ ഫാക്ട് ഓഫ് a-1 എന്ന് പറഞ്ഞാൽ 3 ആയി. അങ്ങനെ ഓരോ ഫംഗ്ഷനുകളും ഇവിടെ വരും. അങ്ങനെ ഫാക്ട് ഓഫ് 0 വരുന്ന സമയത്ത് റിട്ടേൺ 1 അതിനുണ്ട്, വീണ്ടും 1 വരും. അതിനുശേഷം ഈ മൊത്തം ഫംഗ്ഷൻ, ഈ മൊത്തത്തിലുള്ള ഫംഗ്ഷൻ 5 × 4 × 3 × 2 × 1 എന്ന് പറഞ്ഞ് മൊത്തത്തിൽ റിട്ടേൺ ആവും. മൊത്തത്തിൽ റിട്ടേൺ ആവുന്നത് ഇവിടേക്കാണ് റിട്ടേൺ ആവുക. അപ്പോൾ 1/ആ റിസൾട്ട് പ്ലസ് സം അതുകൂടി ആഡ് ചെയ്യും. അങ്ങനെ ലൂപ്പ് എക്സിറ്റ് ആവണ നേരത്തെ, അങ്ങനെ ഓരോ തവണയും ഫാക്ടോറിയൽ വർക്ക് ചെയ്ത് ലൂപ്പ് എക്സിറ്റ് ആവുന്ന സമയത്ത് സമ്മിൽ ഏതാണ് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, സം എന്ന് പറയുന്നത് നമ്മൾ 1/, ആയതുകൊണ്ട് ഫാക്ടോറിയലിൻ്റെ സമ്മ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ പ്രോഗ്രാമിൽ വരുന്നത്. നമുക്കൊന്ന് കമ്പയൽ ചെയ്ത് നോക്കി നോക്കാം. കമ്പയൽ, റൺ, എൻ്റർ ദ ലിമിറ്റ്. 6 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1.71800. ഇനി വേണമെങ്കിൽ വേറൊരു നമ്പർ കൊടുത്ത് നോക്കിയേക്കാം. 5 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇനി വേണമെങ്കിൽ വേറൊരു നമ്പർ കൊടുക്കാം. 2 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1.5. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് കറക്റ്റാണോ ആൻസർ എന്നുള്ളത് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏത് ചെയ്യുകയാണെന്നില്ല റിക്കേഴ്സീവ് ഫംഗ്ഷൻ നേരത്തെ പോലെ ഇതേപോലെ ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസർ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോൾ ചെയ്തിട്ട് ഇതിവിടെ റിട്ടേൺ ആവും. ഓരോ പ്രാവശ്യം ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോഴും ഇത് കോൾ ചെയ്ത് അതിൻ്റെ ഫാക്ടോറിയൽ റിട്ടേൺ ചെയ്യും. അടുത്ത ഫാക്ടോറിയൽ വരേണ്ട 2ൻ്റെ ഫാക്ടോറിയൽ ആകുമ്പോൾ വീണ്ടും കോൾ ചെയ്യും. 3ൻ്റെ ഫാക്ടോറിയൽ ഇതിർക്ക് ഫോളോ ചെയ്യും. അങ്ങനെ റിട്ടേൺ ആയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് ചെയ്യാനുള്ള റിക്കേഴ്സീവ് പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ സം ഓഫ് എ ഡിജിറ്റ് ഓഫ് എ നമ്പർ. അതായത് 1 2 3 4 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ 1 + 2 + 3 + 4 അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം, അങ്ങനെയാണ് കിട്ടേണ്ടത്. അങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡിവിഷനാണ് ഇവിടെ ചെയ്യേണ്ടി വരിക. അതായത് ഈ നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. 1 2 3 4 എന്ന് 1-നെയും 2-നെയും 3-നെയും 4-നെയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ അതിന് തമ്മിൽ ആഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും പരിപാടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡിവിഷൻ ഇവിടെ ചെയ്യേണ്ടി വരും. ഒന്ന് മോഡുലസ് ഡിവിഷനും ഒന്ന് നോർമൽ ഡിവിഷനും.
ആദ്യത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ്ലെസ് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 ഡിവൈഡ് ബൈ മോഡ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തു നിന്നുള്ള റിമൈൻഡർ നമുക്ക് ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റും. 1 2 3 4 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4 എന്ന് പറയുന്നത് റിമൈൻഡർ നമുക്ക് കിട്ടും. ഇനി അതേ നമ്പറിന് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് 3 ആണ് കിട്ടേണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 1 2 3 4 എന്ന് പറയുന്ന നമ്പറിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതെന്താക്കി മാറ്റണം, 123 ആക്കി മാറ്റണം. അപ്പോൾ 123 ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 1 2 3 4 ഡിവൈഡ് ബൈ 10, അതായത് മോഡ് 10 പകരം സാധാ ഡിവിഷൻ ചെയ്യാം. സാധാ ഡിവിഷൻ ചെയ്താൽ കോഷ്യൻ്റ് ആയിട്ട് എന്ത് വരും, 1 2 3 എന്ന് വരും. വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 മോഡ് 10 കൊടുത്തു കഴിഞ്ഞാൽ 3 വരും. 1 2 3 ഡിവൈഡ് ബൈ 10 12 വരും. 12 ഡിവൈഡ് ബൈ മോഡ് 10 2 വരും. 12 ഡിവൈഡ് ബൈ 10 1 വരും. 1 ഡിവൈഡ് ബൈ 10 റിമൈൻഡർ 1 വരും. 1 ഡിവൈഡ് ബൈ 10 സാധാ ഡിവിഷൻ ആണെങ്കിൽ 0 വരും. അപ്പോൾ നമുക്ക് ഈ 0 വരണ വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. 0 അതിന് താഴേക്ക് പോണ രീതിയിൽ വന്നു കഴിഞ്ഞാൽ 0 തന്നെ നിൽക്കും. നമുക്ക് വേറെ 10 കൊണ്ടുള്ള ഡിവിഷൻ ആയതുകൊണ്ട് അവിടെ നിൽക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് 0 നോക്കിയാലും മതി. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഐഡിയ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഞാൻ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പഴയ പ്രോഗ്രാം ക്ലിയർ ചെയ്തു. ഓക്കെ, നമ്മൾ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ അതിനൊരു കീവേഡ് ഉണ്ടാക്കാൻ കിട്ടുന്നതാണ് SOD, സം ഓഫ് ഡിജിറ്റ്സ്. അല്ലെങ്കിൽ വെറുതെ ഇഷ്ടമുള്ള പേര് ഉണ്ടാക്കാം. ഞാൻ SOD എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇൻറ്റിജർ ഡാറ്റ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഇൻറ്റിജർ ഡാറ്റ അയക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് സ്ഥലത്തും ഇൻറ്റ് കൊടുത്തു. വോയിഡ് മെയിൻ ഇൻറ്റ് n എന്നുള്ള വേരിയബിളാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വേരിയബിൾ കൊടുക്കാം, എ. അപ്പോൾ ഈ രീതിയിൽ അവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കേസിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റ് n കൊടുത്തു, പ്രിൻ്റ് എൻ്റർ ദ നമ്പർ കൊടുത്തു, സ്കാൻ എഫ് നമ്പർ റീഡ് ചെയ്ത് പഠിച്ചു. ഇപ്പം നമ്പർ എന്ന് പറയുന്നത് 1 2 3 4 ആണെന്നുണ്ടെങ്കിൽ അത് റീഡ് ചെയ്ത് പഠിച്ചു. അപ്പോൾ ആ നമ്പറിൻ്റെ കോപ്പി അയച്ചു കൊടുക്കും. ആ കോപ്പി എയിൽ റിസീവ് ആവും. അപ്പോൾ എയിൽ എന്ത് വന്നു, ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന ഡാറ്റ A = 1 2 3 4 ഈ രീതിയിൽ വന്നു. ഇഫ് A <= 0 ആണോ നോക്കി, അല്ല, A 0-നേക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യില്ല. ഈ ഇഫ് കണ്ടീഷൻ റിട്ടേൺ 0 എന്ന് പറയുന്നത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അടുത്ത കണ്ടീഷനിലേക്ക് പോകും. റിട്ടേൺ A/10 എന്ന് പറയുന്നത് 1 2 3 4 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോഡ്ലെസ് ഡിവിഷൻ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ വാല്യൂ ഇവിടെ വരും. റിട്ടേൺ A/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാവുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈനിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. A/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 വരും. ഓക്കെ, ഇനി അടുത്തത് കേസിൽ പ്ലസ് SOD, സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ നേരത്തെ ഫിബൊനാച്ചിയിൽ ഉപയോഗിച്ച പോലെ തന്നെ SOD എന്ന് പറയുന്ന ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാണ്. SOD ഓഫ് A/10 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, പ്ലസ് SOD ഓഫ് A/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 4 ഡിവൈഡ് ബൈ 10, അതായത് 123. അപ്പോൾ 123 എന്ന് പറയുന്ന വാല്യൂ ഇങ്ങോട്ട് അയക്കും. അപ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ 1 2 3 ഡിവൈഡ് ബൈ മോഡ് 10. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ത് വരും, 3 വരും. അപ്പോൾ SOD ഓഫ് ആദ്യത്തെ A/10 കൊടുത്ത് ആദ്യത്തെ ഇതിന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും 3 ആയി. പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പോകും. ഇപ്പോൾ ഇവിടെ വീണ്ടും 123 എന്നുള്ളത് മാറി 12 ആയി മാറും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് അവസാനം ഡിവിഷൻ ചെയ്യുമ്പോൾ +0 വരും. ആ സമയത്ത് റിട്ടേൺ ചെയ്യുമ്പോൾ ഇഫ് A = <0 എന്നാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ 0 വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യും, +0 കൂടിയും ആഡ് ചെയ്യും. കാരണം അവിടെ നിന്ന് റിട്ടേൺ ആവുന്ന സാധനം 0 ആയി വരും. ഇനി മൊത്തത്തിൽ ഇവിടെ നിന്ന് തുടങ്ങിയതാണ് ഇതിൻ്റെ ലൂപ്പിങ്. A/10 അടുത്തത് A/10 അടുത്ത A/10 അതിനനുസരിച്ചിട്ട് 4 3 2 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ലൂപ്പ് അവസാനിക്കുമ്പോൾ ഈ മൊത്തം റിസൾട്ട് 4 + 3 + 2 + 1 + 0 എന്ന് പറയുന്ന മൊത്തം റിസൾട്ട് എവിടേക്ക് റിട്ടേൺ ആവും, നമ്മുടെ ഈ കോൾ ചെയ്ത ഫംഗ്ഷൻ്റെ സ്ഥാനത്തേക്ക് റിട്ടേൺ ആവും. ഇവിടെ SOD ഓഫ് n എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റിട്ടേൺ ആവും. അത് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് നമുക്ക് സുഖമായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് ചേർത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കമ്പൈൽ ചെയ്ത് നോക്കുക. ശരിയൊരു എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഒന്നുകൂടി കമ്പൈൽ ചെയ്യാം. എറർ കളഞ്ഞിട്ടുണ്ട്. കമ്പൈൽ ചെയ്തു, റൺ ചെയ്യിച്ചു. എൻ്റർ ദ നമ്പർ 1 2 3 4 5 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സം എന്ന് പറയുന്നത് 5 + 4 എന്ന് പറയുന്നത് 9 ആയി. 9 + 3 എന്ന് പറയുന്നത് 12 ആയി. 12 + 2 എന്ന് പറയുന്നത് 14 ആയി. 14 + 1 എന്ന് പറയുന്നത് 15. അപ്പോൾ നമുക്ക് സം എന്നുള്ളത് 15 ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫാക്ടോറിയലിൻ്റെ ഐഡിയ പോലെ തന്നെ ഒരു നമ്പർ നമ്മൾ പ്രോസസ്സ് കൺട്രോൾ ചെയ്യിപ്പിക്കാനോ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാനോ ഉപയോഗിച്ചു. ഫാക്ടോറിയൽ പഠിച്ച സെയിം കൺസെപ്റ്റ്. അപ്പോൾ ഇതും അതേപോലത്തെ ഒരു റിക്കർസീവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ വീണ്ടും യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വിളിക്കുക. ഓക്കെ, അപ്പോൾ അതങ്ങനത്തെ ആ രീതിയിൽ നമുക്ക് ആ ഫംഗ്ഷൻ അവതരിപ്പിക്കാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഇതേപോലത്തെ വേറൊരു പ്രോഗ്രാം കൂടി ചെയ്ത് നോക്കാം.
ഓക്കെ, നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് റൈറ്റ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ ഒരു 7 നമ്പറുകളുടെ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ 7 എന്ന് എൻ്റർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് 7 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം 1 + 2 + 3 + 4 + 5 + 6 + 7 ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് 7 ആയതുകൊണ്ട് തന്നെ 7 വരെയാണ് എൻ്റർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 7ൽ നിന്ന് ഓരോന്ന് കുറച്ച് പോലാണ്. അപ്പോൾ ആദ്യം 7 പ്ലസ്, അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ലോജിക്ക് എന്തുണ്ടാവണം 7 - 7 + 6 + 5 + 4 + 3 + 2 + 1 ഈ രീതിയിൽ നിർത്തുക. 0 കൂടി ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിക്കുക, നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യിപ്പിക്കാണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഓരോ നാച്ചുറൽ സ്റ്റാർട്ടിംഗ് നമ്പറിൽ നിന്ന് ഓരോ നമ്പറുകൾ കുറച്ച് വന്ന് സമ്മ് അക്യുമുലേറ്റ് ചെയ്യിപ്പിക്കാം. സം ഈക്വൽ ടു സം പ്ലസ് n-1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടി നടക്കാൻ പറ്റും. ഒരു ഐഡിയ, സം ഈക്വൽ ടു സം പ്ലസ് n-1 ഇതാണ് അതിൻ്റെ ഐഡിയ, ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റിൽ നമുക്ക് പ്രോഗ്രാം എങ്ങനെ എഴുതാൻ നോക്കാം. പ്രോഗ്രാം നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോലെ തന്നെ ഇൻറ്റ് സം ഇൻറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു. നേരത്തെ ഐഡിയ പോലെ തന്നെയാണ്, പക്ഷേ ഒരു ഡിവിഷൻ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പറിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ കിട്ടുകയാണ്. നേരത്തെ ഒരു ഫുൾ നമ്പറായിരുന്നു 1 2 3 4 5 അങ്ങനെയുള്ള നമ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരണമായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്പറിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സം ഓഫ് a-1 എന്ന് പറയുന്ന ഭാഗമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഒന്നുകൂടി നോക്കാം. ഇൻറ്റ് സം രണ്ട് സ്ഥലത്തും റിട്ടേണും വാല്യൂ അയക്കുന്നതുകൊണ്ട് ഡാറ്റ ടൈപ്പ് രണ്ട് സ്ഥലത്ത് ഇൻറ്റ് കൊടുത്തു. വോയിഡ് മെയിൻ ഇൻറ്റ് n ഡാറ്റ ഏതാണ് നമ്പർ എൻ്റർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തു. ഇതിനകത്ത് ലൂപ്പും പിന്നെ ആവശ്യമില്ല, നമ്മൾ നേരിട്ടുള്ള നമ്പേഴ്സ് ചെയ്യുകയാണ്. റിക്കറൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സം ഓഫ് n എന്ന് പറയുന്നത് ഇപ്പോൾ 7 ആണെന്നുണ്ടെങ്കിൽ 7 ഇവിടേക്ക് അയച്ചു, അത് എയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇഫ് a <= 0 ആണോ നോക്കി, അല്ല ആദ്യത്തെ വാല്യൂ 7 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി. അപ്പോൾ റിട്ടേൺ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 7 ആയി മാറി. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് പിന്നെ ക്യുമുലേഷൻ നടക്കാൻ തുടങ്ങുന്നത്. റിട്ടേൺ 7 പ്ലസ് സം ഓഫ് a-1 എന്ന് വിളിച്ചു. സം ഓഫ് a-1 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 7 ആണ്. സം ഓഫ് 7 - 1 6 ആയി. സം ഓഫ് 6 എന്ന് പറയുന്ന വാല്യൂ ഇവിടേക്ക് പോകും. സം ഓഫ് 6 എന്ന് പറയുന്നത് വീണ്ടും ഇതേ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങോട്ട് കോൾ ചെയ്യും. അപ്പോൾ സം ഓഫ് ഇൻറ്റ് a എന്ന് പറയുന്നത് 6 ആയി മാറും. അപ്പോൾ വീണ്ടും ഇത് ചെക്ക് ചെയ്യും. അപ്പോൾ അടുത്തത് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വീണ്ടും റിട്ടേൺ ആവുന്നത് 6 ആയിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ഒരു സെക്ഷൻ കൂടി വരും, സം ഓഫ് a-1 എന്ന് വരും. അപ്പോൾ അടുത്ത a-1 കൂടെ +5 വരും, അത് കഴിഞ്ഞ് +4 വരും, +3 വരും, +2 വരും, +1 വരും. അത് കഴിഞ്ഞ് 0 വരുന്ന സമയത്ത് വീണ്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇഫ് a = 0 ആണോ നോക്കി, അതാ <= 0 കൊടുത്തിട്ടുള്ളതുകൊണ്ട് 0 ആകുമ്പോൾ റിട്ടേൺ 0 ആവും. അപ്പോൾ പ്ലസ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പ്ലസും കഴിഞ്ഞിട്ട് 0 കൂടി ആഡ് ചെയ്യുമ്പോൾ റിട്ടേൺ 0 വരും. അപ്പോൾ ഈ 0 ഇവിടെ റിട്ടേൺ ആവും. ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ഇങ്ങനെ ബാക്കോട്ട് പോയിട്ടുള്ളതാണ്. ഇത് മൊത്തത്തിൽ റിട്ടേൺ ആയിട്ടില്ല, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ബ്രാക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് റിട്ടേൺ ആവണത് ഇവിടേക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ റിസൾട്ട് സമ്മായിട്ട് കിട്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള റിക്കഴ്സീവ് ഫംഗ്ഷൻ തന്നെയാണ്, സെയിം മെത്തഡോളജി തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, എററൊന്നുമില്ല. നമുക്ക് ഒരു നമ്പർ അടിച്ചു കൊടുക്കാം, 7 അടിച്ചു കൊടുത്തു. 7 പ്ലസ് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 + 2 + 3 + 4 + 7 റിസൾട്ട് 28 ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെതായ പ്രോഗ്രാം. അങ്ങനെ ഇത്തരത്തിൽ റിക്കേഴ്സീവായിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വരുന്ന രീതിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാമ്പിളായിട്ട് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് കിട്ടുമെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.